കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച മെറ്റേണിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് 3.5 കൊല്ലം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് KPCC മെമ്പർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. 1.5 വർഷം മുമ്പ് എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി സജ്ജീകരിച്ച തീവ്രപരിചരണ യൂണിറ്റ് തുറക്കാതെ കിടക്കുകയാണ്. ഇവ സാധാരണക്കാരോടുള്ള വഞ്ചനയാണെന്നും മുഹമ്മദ് പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച മെറ്റേണിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ 1,22 ലക്ഷം രൂപ അനുവദിപ്പിച്ച് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ICU യൂണിറ്റ് പ്രവർത്തിക്കുവാൻ കഴിയാതെ നിശ്ചലാവസ്ഥയിലാണ്. ICU യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ 4-5 രോഗികൾക്ക് ഒരേ സമയം ICU യൂണിറ്റിൽ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന താലൂക്ക് ആശുപത്രിയിലെ ICU യൂണിറ്റിൻ്റെ പ്രവർത്തനം നിശ്ചലമായി കിടക്കുന്നതുകൊണ്ട്, അത് ആരംഭിക്കാൻ കഴിയാത്തതുകൊണ്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ICU യൂണിറ്റ് അവിടെ സ്തംഭിച്ച് കിടക്കുകയാണ്. 2018-19 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NHM നാഷണൽ ഹെൽത്ത് മിഷൻ 3,19 ലക്ഷം രൂപ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡും കുട്ടികളുടെ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ പണിയുന്നതിന് വേണ്ടി നൽകുകയും 2021 ആ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി 2021 ഫെബ്രുവരി മാസം മുതൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു നടപടിയും 3,19 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഓപ്പറേഷൻ തിയേറ്ററോ മോഡുലാർ തിയേറ്ററോ കുട്ടികളുടെ വാർഡോ പ്രസവ വാർഡോ ആരംഭിക്കാൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ യൂണിറ്റ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അടിയന്തരമായി അവിടെ ഡോക്ടർമാരുടെയും നേഴ്സസ് അസിസ്റ്റന്റന്മാരുടെയും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും നിയമനം അടിയന്തരമായി നടക്കണം. സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരുടെ ചികിത്സാ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റോ കായംകുളത്തെ MLAയോ നഗരസഭയോ ഇക്കാര്യത്തിൽ യാതൊരു ശുഷ്കാന്തിയും കാണിക്കാതെ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസം തോറും മരീചികയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിൽ ഉയർന്നു വരണം. നമ്മുടെ നാട്ടിലെ 10,000-കണക്കിന് രോഗികൾക്ക് ആശ്രയമായിട്ടുള്ള താലൂക്ക് ആശുപത്രിയുടെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേന്ദ്ര സർക്കാർ 2018-19 നാഷണൽ ഹെൽത്ത് മിഷൻ വഴി അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പ്രസവ വാർഡ്, മോഡുലാർ തിയേറ്റർ, കുട്ടികളുടെ ICU യൂണിറ്റ്, ലേബർ റൂം, ജീവനക്കാർക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള വിശ്രമ സ്ഥലം എന്നിവ സജ്ജീകരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത മെറ്റേണിറ്റി ബ്ലോക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, മറ്റ് അനുബന്ധ ജീവനക്കാർ എന്നിവരെ നിയമിക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. 1.5 വർഷം മുമ്പ് എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി സജ്ജീകരിച്ച തീവ്രപരിചരണ യൂണിറ്റ് തുറക്കാതെ കിടക്കുകയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച 1.22 കോടി രൂപ ചിലവഴിച്ചാണ് 6 കിടക്കകളുള്ള ICU യൂണിറ്റ് സ്ഥാപിച്ചത്. യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഡോക്ടർമാർ, ICU യൂണിറ്റ് പരിചരണ സ്റ്റാഫ് നഴ്സ് എന്നിവരെ നിയമിക്കുവാൻ ഒരു നടപടിയും കൈക്കൊള്ളാതെ ആശുപത്രിയെ ആശ്രയിക്കുന്ന പാവങ്ങളെ അധികൃതർ വഞ്ചിക്കുകയാണെന്നും മുഹമ്മദ് ആരോപിച്ചു. CDNet ന്യൂസ്, കായംകുളം.